കുംഭമേളയുടെ ഉത്ഭവം പ്രധാനമായും സമുദ്രമഥനത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷീരസാഗര മഥനത്തിൽ ഉയർന്നു വന്ന ഉച്ചൈസ്രവസ് എന്ന കുതിരയുടെ നിറത്തെ ചൊല്ലി സഹോദരിമാരായ കദ്രുവും വിനീതയും തർക്കത്തിലാകുന്നു. വെളുത്ത നിറമാണ് എന്ന് വിനീതയും മറിച്ച് കറുത്ത നിറമാണ് എന്ന് കദ്രുവും വാദിച്ചു. യഥാർത്ഥത്തിൽ വെളുത്ത നിറമായിരുന്നു കുതിരയ്ക്ക്. എന്നാൽ തന്റെ മക്കളായ നാഗങ്ങളെ നിർബന്ധിച്ച് ഉച്ചൈസ്രവസിന്റെ വാലിൽ കടിച്ചു തൂങ്ങി ഇരിപ്പിക്കുകയും നോക്കുന്ന മാത്രയിൽ കറുപ്പ് നിറം തോന്നിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വാദത്തിൽ തോറ്റ വിനീത കദ്രുവിന്റെ ദാസിയായി തീരുന്നു. കാലങ്ങൾക്ക് ശേഷം വിനീതയുടെ രണ്ടാമത്തെ മകൻ ഗരുഡൻ ജനിക്കുകയും തന്റെ അമ്മയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് നാഗങ്ങളോട് ചോദിക്കുന്നു. അവരുടെ ആവശ്യപ്രകാരം അമൃത് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അമൃത് കുംഭം തുളുമ്പി പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നീ സ്ഥലങ്ങളിലെ നദികളിൽ പതിച്ചു എന്നാണ് ഒരു ഐതിഹ്യം. അമൃതിനായി ദേവന്മാരും അസുരന്മാരും 12 ദിവസത്തോളം യുദ്ധം ചെയ്തു. അവിടെ നിന്നാണ് ഗരുഡൻ അമൃത് കുംഭം കൊണ്ടുപോയത് എന്ന് ഒരു വിശ്വാസവുമുണ്ട്. മനുഷ്യരുടെ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം. അതിനാലാണ് 12 വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേള നടക്കുന്നത്. 12 പൂർണ്ണ കുംഭമേള കഴിയുമ്പോൾ, അതായത് 144 വർഷം കൂടുമ്പോൾ മഹാകുംഭമേളയും നടക്കുന്നു. ശനി, വ്യാഴം, സൂര്യൻ, ചന്ദ്രനും പിന്നെ പുണ്യ നക്ഷത്രവും നേർരേഖയിൽ എത്തുന്ന അപൂർവമായ സമയത്താണ് മഹാകുംഭമേള നടക്കുന്നത്. കുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം ചെയ്താൽ മുജ്ജന്മ പാപങ്ങൾ വരെ മാറിപ്പോകും എന്നാണ് വിശ്വാസം.